ശാരീരിക പരിമിതികളെ വകവയ്ക്കാതെ തന്റെ വീൽചെയറിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് മലപ്പുറം എടവണ്ണപ്പാറ സ്വദേശി കണ്ണൻ. ഇത് രണ്ടാം തവണയാണ് കണ്ണന്റെ മൂകാംബിക യാത്ര. 49-കാരനായ കണ്ണൻ വീൽചെയറിൽ മുൻപ് പലതവണ ശബരിമലയും സന്ദർശിച്ചിട്ടുണ്ട്. യാത്രകളെ സ്നേഹിക്കുന്നവർ കണ്ടുപഠിക്കണം. എടവണ്ണപ്പാറ സ്വദേശിയായ കണ്ണനെ, പ്രത്യേകിച്ച് ഒഴിവുകഴിവുകൾ പറഞ്ഞ് യാത്രകൾ നീട്ടിവെക്കുന്നവർക്ക്. കോൺക്രീറ്റ് ജോലിക്കിടെയുണ്ടായ അപകടത്തെ തുടർന്ന് 2013-ലാണ് കണ്ണന് കാലു മുറിച്ചു മാറ്റേണ്ടി വന്നത്. ഭാര്യയും 3 പെൺമക്കളും ഒരാൺകുട്ടിയും അടങ്ങുന്ന കണ്ണന്റെ കുടുംബം സ്വന്തമായി വീട് പോലുമില്ലാതെ പ്രതിസന്ധി നേരിട്ടെങ്കിലും വിളയിൽ സ്കൂളിലെ ഷമീറ ടീച്ചറുടെ നേതൃത്വത്തിൽ വീട് എന്ന സ്വപ്നം പൂവണിഞ്ഞു. ടീച്ചർക്ക് വേണ്ടി വീൽചെയറിൽ കണ്ണൻ ആദ്യമായി ശബരിമലയിലേക്ക്. പിന്നീട് ആ യാത്ര മുടങ്ങിയിട്ടില്ല. രണ്ടാമത്തെ വർഷം എടവണ്ണപ്പാറ വിഷ്ണു ഭഗവാൻ ക്ഷേത്രത്തിൽ പോയി. 3-ാമത്തെ വർഷം എടവണ്ണപ്പാറ വിഷ്ണു ഭഗവാൻ ക്ഷേത്രത്തിൽ മൂകാംബിക പോയി. അത് കഴിഞ്ഞ ശേഷം കോഴിക്കോട് ശിവക്ഷേത്രം, അവിടെ നിന്ന് ഒരു യാത്ര തുടങ്ങി ശബരിമലക്ക്. കൊല്ലം മൂകാംബിക്ക് ഒരു യാത്ര, കാടാമ്പുഴ നിന്ന് നേരിട്ട് മൂകാംബിക്ക് ഒരു യാത്ര. മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ക്ഷേത്രത്തിൽ നിന്നാണ് രണ്ടാം വട്ടം കണ്ണൻ മൂകാംബികയിലേക്ക് യാത്ര തിരിച്ചത്. ദിവസവും 20 മുതൽ 25 കിലോമീറ്റർ വരെ യാത്ര ചെയ്യും. അമ്പലങ്ങളിലോ വഴിയരികിലോ വിശ്രമിക്കും. പെട്രോൾ പമ്പുകളാണ് പ്രാഥമിക കൃത്യങ്ങൾക്ക് ആശ്രയിക്കുന്നത്. താമസം തന്നെ നമ്മള് ചിലപ്പോൾ അമ്പലം കിട്ടിയ അമ്പലം, അല്ലെങ്കിൽ നമുക്ക് അവിടെ റോഡ് സൈഡിലും ബിൽഡിംഗ് ഒക്കെ ഉണ്ടാവുള്ള കൂടിയ കുളയി അവിടെ കിടന്നുറങ്ങാം. രാവിലെ നിൽക്കുമ്പോൾ അടുത്ത് പമ്പിന്റെ സുഖമായിട്ട് കുളിക്കാം, ബാത്റൂം പോവാം, വിടാം. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ വണ്ടി സൈഡാക്കാം. വീൽചെയറിൽ ഉത്സവ പറമ്പുകളിൽ ബലൂൺ വിൽപ്പനയാണ് കണ്ണന്റെ വരുമാന മാർഗം. പോകുന്ന വഴിയിൽ പിന്തുണയും സ്നേഹവും ഭക്ഷണവുമായി അനേകം ആളുകളെ കാണാറുണ്ടെന്നും കണ്ണന്റെ വാക്കുകൾ. ഇതൊക്കെ ഒരു ആഗ്രഹമാണ്. നമ്മള് വീട്ടിലെങ്ങനെ പല സ്ഥലം കാണുകയും ചെയ്യാം, പല അമ്പലം തൊഴുകയും ചെയ്യാം, പല ആൾക്കാരെ കണ്ട് സംസാരിക്കുക. പെങ്ങളെ കണ്ടപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് അതാണ് വലിയൊരു സന്തോഷം. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.